ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ് കേട്ടോ. അപ്പൊ രാധ നേരെ ചെന്ന് നമ്മുടെ വേദയുടെ അടുത്ത് വിക്രത്തെ കുറിച്ച് ഇങ്ങനെ പറയാം കേട്ടോ. അതെ, കള്ളൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടി വിക്രത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ട അതോടെ എന്റെ മോളെ അവളുടെ ഗതി തീർന്നു എന്ന് കൂട്ടിയാൽ മതി. അതെയോ എന്ന് ചോദിച്ചു വേദ. അതേന്നെ, എത്ര പേരെ ഓടി രക്ഷപ്പെട്ട എന്റെ വണ്ടി കയറിയിട്ടുള്ളതെന്ന് അറിയോ? അതെയോ? ആ, ശരിക്കും ആ മഹാപോക്കിരിയാ അവൻ. അതുകൊണ്ടാ ഞാൻ പറയണത്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് രക്ഷപ്പെടാമെങ്കിൽ ഇപ്പൊ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ അവസരം. എന്റെ ഓട്ടോ പുറത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ കൊണ്ടയാക്കി തരാം. അന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. വിക്രത്തെ കണ്ട എല്ലാം ശരിയാകും എന്നാണല്ലോ നീ പറഞ്ഞത്. അത് ശരിയാ, പക്ഷെ എപ്പോഴും നല്ല സ്വഭാവമല്ല. അപ്പൊ ചിലപ്പോഴൊക്കെ നല്ല സ്വഭാവം അല്ലേ? അല്ലല്ല, ഈയിടെയായിട്ട് എപ്പോഴും പോക്കിരിയാ. ഓ, ഇടയ്ക്ക് നല്ലതാവൂലോ, അപ്പൊ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അയ്യോ, അതിനെ പറ്റിയാണെന്നും അല്ല അവൻ. അത് മാത്രമല്ല, ഈ അരി മഹാബോഷ. നിന്നെ പോലെ ഒരാളോട് ഇവിടെ സർവൈവ് ചെയ്യാൻ പാടാ. ഇടി, നിനക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി. അയ്യോ, അത് പിന്നെ പറയണോ? നമ്മളെ പെണ്ണുങ്ങളല്ലേ. എന്നാലും ഒന്ന് ചോദിക്കട്ടെ, ഇത്രയും വൃത്തികെട്ട ഒരാളല്ലേ നീ എന്തിനാ പിന്നെ പിന്നാലെ നടക്കുന്നത്? പറ. അപ്പ പെട്ടു രാധ. അതെ, നോക്ക്, ഇത്രയും നാളും നീയും വിക്രവും എങ്ങനെയാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ഭാര്യയായ ഞാൻ തീരുമാനിക്കും. നീ ഇടപെടണ്ട, മനസ്സിലായല്ലോ? എന്നാലേ ഇപ്പൊ നല്ല ഓട്ടമുള്ള സമയല്ലേ, വേഗം തന്നെ ഓട്ടോറിക്ഷയും കൊണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ രാധയ്ക്ക് വയറ് നിറച്ച് കിട്ടി. രാധ അതൊക്കെ വാങ്ങിച്ചിട്ട് ദേഷ്യപ്പെട്ട് വാതിലൊക്കെ ചവിട്ടി തുറന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് വർക്ക്ഷോപ്പിലാണ്. ഇപ്പൊ രാജേട്ടനുണ്ട്, അനിയൻകുട്ടനും ഉണ്ട്. ഇതെന്താടാ നീ കാണിക്കുന്നത്? നീ എന്തിനാടാ ഈ മാതുന്നത് എന്ന് ചോദിച്ചോ. അത് പിന്നെ ഞാനും ഇത് ചെയ്ത് പഠിച്ചാലോ എന്ന് ആലോചിക്ക രാജേട്ടാ. എന്തിനാടാ നീ ഇരട്ടിപ്പണി എനിക്കുണ്ടാക്കുന്നത്? അതെ, നിനക്ക് പറ്റുമെങ്കിൽ നീ പോയി വണ്ടി ഒന്ന് കഴുകിയിട. അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അതാ പറഞ്ഞത്, നിനക്കിത് പറ്റിയതൊന്നും അല്ലെന്ന്. നിനക്ക് ശ്രീനിവാസൻ സാറ് പറയുന്ന കേട്ടിട്ട് തല്ലാനും കൊല്ലാനും പറ്റുള്ളൂ. ആ, ദേ, ശ്രീനി സാറിന്റെ കാര്യം അറിഞ്ഞായിരുന്നോ? സാറിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു പാർട്ടിയുടെ. ആര് പറഞ്ഞു എന്ന് ചോദിച്ചോ. അതെ, ആ വാർത്ത TV വന്നിരുന്നു, മൊബൈലിൽ കണ്ടതാ. എന്നിട്ട് ശ്രീനി സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ, ആളുകളെ തല്ലാനും ഭീഷണിപ്പെടുത്താനും മാത്രമായിട്ട് ഉള്ള ആളല്ലേ നീ. പിന്നെ നിന്നോട് എന്തിനു പറയണം? അങ്ങനെ അനാവശ്യമായിട്ട് തല്ലാനും ആടി വെക്കാനും ഒന്നും ഞാൻ പോയിട്ടില്ലല്ലോ. അങ്ങനെയാണോ രാജേട്ടാ? നിനക്കും ശ്രീനി സാറിന് മാത്രമല്ലേ അങ്ങനെ തോന്നാറുള്ളൂ. എന്താണെങ്കിലും നീ ഒരു കാര്യം ചെയ്യാ, ഫോൺ എടുത്ത് നോക്ക്. ചിലപ്പോ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും, അത് സൈലന്റ് ഇട്ടോണ്ടായിരിക്കും. അയ്യോ, എന്റെ ഫോണിന്റെ വീട്ടിലാന്ന് തോന്നുന്നു, ഞാൻ എടുത്തിട്ടില്ല. എങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട. ഉറപ്പായിട്ടും ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിന്റെ ഫോണ് നിന്റെ ഭാര്യ എടുത്തോളും. അപ്പൊ പിന്നെ രക്ഷമായിരിക്കും. നീ അന്ന് ശ്രീനിവാസ സാറിന് വേണ്ടിയിട്ടാ കല്യാണം മുടക്കാൻ പോയതെന്ന് കാണും അവൾ അറിഞ്ഞ വിക്രമ ഫോൺ അവളുടെ കൈ കിട്ടിയ അതുകൊണ്ട് അവള് ശരിയാക്കി തരും കേട്ടോ. അത് ശരിയാ, ജഡ്ജിയുടെ മോളായോണ്ട് അവള് കൊണ്ടും എന്താണെങ്കിലും അവള് നോക്കില്ല ആരാണെന്നും എന്താണെന്നും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ ഫോൺ വീട്ടിലുണ്ടോന്ന് നോക്ക്. അത് വീട്ടിലുണ്ടാവും, ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. എന്നാ പിന്നെ ഇതുകൊണ്ട് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ അനിയൻകുട്ട ഫോൺ കൊടുക്കുകയാണ്. അപ്പൊ അനിയൻകുട്ട ഫോണിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു കിട്ടും. അപ്പൊ വേദ അവിടെ ഇരിപ്പുണ്ട്. വേദ ചുറ്റിനും നോക്കി ആരെയും കണ്ടില്ല, ഫോൺ എടുത്തു. ഹലോ, എടി വേദാളവേ, നീ എന്തിനാടി ഫോൺ എടുത്തത്? ഫോൺ പിന്നെ ബെല്ലടിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റുമോ? നിനക്ക് എന്ത് റൈറ്റാ ഉള്ളത്? എന്റെ ഫോൺ മറ്റാരും എടുക്കുന്നത് ഇഷ്ടമില്ല. അത് അന്യ സ്ത്രീ എടുക്കുമ്പോ പറയുന്നതല്ലേ, ഭാര്യ എടുക്കുമ്പോ പറയേണ്ടതല്ല. ഭാര്യയോ? താലി കെട്ടിയത് താനല്ലേ, താൻ എന്താ മറന്നുപോയോ? ഫോൺ വെക്കടി താഴെ. ഇനി എങ്ങാനും നീ എന്റെ മൊബൈലിൽ തൊട്ടാ നിന്റെ വിരല് വെട്ടും. എന്നിട്ട് എണ്ണയിലിട്ട് വാർക്കുവോ? എന്നിട്ട് പുഴുങ്ങി തരുവോ താന്? പറയടോ, നിങ്ങൾക്ക് ഈ വയലൻസ് അല്ലാതെ മര്യാദയ്ക്ക് ഒന്നും പറയാനും കാണിക്കാനും ഇല്ലേ? ഇത്ര മയത്തോടെ സംസാരിച്ചാലും പെരുമാറിയാലും എന്താണോ കുഴപ്പം എന്ന് ചോദിച്ചു. മഹാത്മാഗാന്ധി എന്താണേലും അഹിംസയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് തനിക്കറിയോ? ഈ ലോകത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കുള്ള ആത്യന്തികമായ പരിഹാരം യഥാർത്ഥത്തിൽ അഹിംസയാണ്. ഓ എന്റെ അമ്മോ എന്ന് പറഞ്ഞ ഇവ ഫോൺ കട്ടാക്കി. എന്താ എന്ന് ചോദിച്ചു.
അതെ, അവളോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോ അവൾ എന്നെ കൊണ്ട് അഹിംസയുടെ കാര്യം പറഞ്ഞ് ഉപദേശിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജേട്ടും അനിയൻകൂടിനും ഒക്കെ വീണ് കിടന്ന് ചിരിക്കാണ് കേട്ടോ. അപ്പം ദേണ്ട ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലാണ് വേദ. ഏട്ടത്തി, ഞാനോട് സഹായിക്കട്ടെ? വേണ്ട മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കമല വന്നിട്ട് ഈ മണ്ടയിൽ ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കമല ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോ ഈ സാധനം കയ്യെത്തുന്നിടത്തുനിന്ന് വെക്കണമെന്ന് പറഞ്ഞ ആര് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു സ്റ്റൂള് വലിച്ചിട്ട് അതെടുക്കാനായിട്ട് നോക്കുകയാണ്. അതെടുക്കാനായിട്ട് അതിലേക്ക് വലിഞ്ഞു കയറുകയും കാല് തെന്നിതെ വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം കയറി പിടിച്ചുട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ ശ്രീജയ ഓടി വന്നു. ഈ സമയത്താണ് നന്ദിനിയുടെ വരവ്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചോ. ഞാൻ എടുത്തു തരാമേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ നന്ദിനി. മാറി നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നമ്മൾ നന്ദിനി ചൂടാകണം കേട്ടോ. അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കിട്ടിയതും കഴിച്ചോണ്ട് ഒരു ഭാഗത്തിരുന്നോണം, അല്ലാതെ വീട്ടുകാരിയാവാനായിട്ട് നോക്കരുത്. മനസ്സിലായല്ലോ? നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അതോ ഈ വീട്ടുകാരിയാക്കാൻ നോക്കിയെന്ന് ഞാൻ അച്ഛനോട് പറയണോ? അപ്പൊ വേഗം തന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ കമല, മാഷിനോട് നീ ഒന്നും പറയണ്ട നന്ദിനി എന്ന് പറഞ്ഞു. അത് പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നന്ദിനി അവിടെ നിന്നു കേട്ടോ. അപ്പൊ വേഗം ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഇനി മുതൽ ഇവിടെ ഇതൊന്നും അനുവദിക്കാൻ പാടില്ല, സമ്മതിച്ചോ? അതല്ല നന്ദിനി, അമ്മ ഇനി ഒന്നും പറയണ്ട. നമ്മുടെ അച്ഛൻ ഒന്നും കാണാതെ ഇങ്ങനെ പറയുവോ? ഇല്ലല്ലോ. ഇപ്പൊ അമ്മ സ്പേസ് കൊടുത്ത നാളെ ഇവിടെ അമ്മയുടെ തലയിൽ കയറുന്ന നിരങ്ങും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ തലതല്ലി വീഴാതിരുന്ന ഈ കുട്ടി കാരണം സ്റ്റൂളിൽ നിന്ന് വീഴാൻ പോകാതിരുന്ന ഞാന് വീണിരുന്നേനെ. പക്ഷേങ്കില് അപ്പൊ ഞാൻ തലതല്ലി വീണേനെ. അമ്മ എന്തിനാ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്? അല്ലെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ബാലൻസ് വേണം. അമ്മയുടെ പ്രായം വെച്ച് അതൊന്നും നടക്കത്തില്ല. അത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ വേഗം തന്നെ ദേണ്ടത് വലിച്ച് ചാടിക്കാണ്. ഒന്നും നോക്കിയില്ല. ദേണ്ട തലവഴിയുള്ള മാവ് മൊത്തം വീണ് ആളതെ മാവിനകത്ത് കുളിച്ചു നിൽക്കാണ്. ഇത് കണ്ടിട്ട് ഇവര് 3 പേർക്ക് ചിരി സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ശ്രീജ പൊട്ടി ചിരിച്ചു. വേദയുടെ കാര്യവും പറയണ്ട. അപ്പൊ വേദ എന്നിട്ട് ചിരിക്കും, എന്നിട്ട് മാറി നിൽക്കൂട്ടോ. ചിരിച്ചാ പിന്നെ നന്ദിനിക്ക് ദേഷ്യം വരുമല്ലോ. പിന്നെ കാണുന്നത് വിശ്വത്തിനെയാണ്. അപ്പൊ വിഷു ആണെങ്കിൽ ദേണ്ട മടിയെന്ന് പറഞ്ഞ മടിയൻ അവിടെ കുത്തി ഇരുന്നിട്ട് ശ്രീജയെ കൊണ്ട് പണി എടുപ്പിക്കുകയാണ് കേട്ടോ. പാവ ശ്രീജ, കഷ്ടമുണ്ട് കേട്ടോ വിശ്വേട്ടാ. എന്ത് കഷ്ടമാ. ഇത് മുഴുവൻ അന്ന് ചെയ്തേക്കണമെന്നല്ലേ വിശ്വേട്ടനോട് പറഞ്ഞത്? എന്നിട്ട് ഞാൻ ഉച്ചക്കിലേക്ക് പച്ചക്കറി എറിയുമെന്നോ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഓടി വന്നത്. എന്റെ നടു ഉളുക്കിട്ടല്ലേ ശ്രീജയെ. വിശ്വേട്ടൻ എന്ത് ചെയ്തിട്ടാ? അതെ, തൂമ്പ കൈകൊണ്ട് പിടിക്കുമ്പോ ഇടത്തെ വാരിയലിന് താഴെ ഒരു മിന്നലാ. അയ്യോ, ഇടത് ഭാഗത്താണെ സൂക്ഷിക്കണം. അത്രയ്ക്ക് ഇടത് ഭാഗത്തല്ല, ഇത്തിരി വലത്തോട്ടുകൂടി മാറിയിട്ടുള്ള ഇടത്താ. ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലെയാണ് അല്ലേ? ശരിയല്ലേ എന്ന് ചോദിച്ചു. വീട്ടിലെ ഒന്നും ചെയ്യാതെ ചടഞ്ഞിരുന്നിട്ടാ വിശ്വേട്ടന് കോച്ചിപ്പിടുത്തവും വേദനയൊക്കെ. അല്ലെന്ന് ഞാൻ പറയണില്ലല്ലോ. അതിന്റെ പരിഹാരം ഒറ്റയടിക്ക് പറമ്പിൽ പണിയെടുക്കുന്നതാണോ? പൊങ്ങുന്നതല്ലേ പൊക്കാൻ പറ്റുള്ളൂ. അതെ, അതല്ല ശ്രീജ. ശരി, ഒറ്റയടിക്ക് എല്ലാ പണിയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീട്ടിൽ തന്നെ ചില്ലറ വ്യായാമം ഒക്കെ ചെയ്തൊന്ന് ശീലിച്ചുകൂടെ? ഒന്നുമില്ലെങ്കിലും ആ മുറ്റത്തൊക്കെ ഒന്ന് നടക്കുമെങ്കിലും ചെയ്തൂടെ? ആ നടക്കാനിട്ടല്ല, പക്ഷെ ശരീരം അതിനെ സഹകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ജോലിക്ക് ഒന്നിനും പോവാൻ പരിപാടി ഇല്ലെന്നാണോ? നമുക്ക് ശ്രീജെ അത്യാവശ്യം പച്ചക്കറിയും കായ്കറിയും കിട്ടുന്നില്ലേ? അറ്റ്ലീസ്റ്റ് അച്ഛന്റെ മുന്നിലെങ്കിലും ഒരു ബഹുമാനം ഉണ്ടായേനെ, ഒരു ജോലിക്കെങ്കിലും പോയേനെ. അതെ, അച്ഛന് ബഹുമാനമല്ല സ്നേഹമാണ് മക്കളോട് ഉണ്ടാവേണ്ടത്. മക്കൾക്ക് ആ തിരിച്ച് ബഹുമാനം വേണ്ടത്. എന്റെ അച്ഛനോട് എനിക്കത് വേണ്ടുവോളം ഉണ്ട് താനും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ദേ കഴിഞ്ഞു എന്ന് പറഞ്ഞ ശ്രീജിയെ കൊണ്ട് പാവം കിളച്ചു മറിച്ച്, അതെ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ അതേ പിടിക്കണേ എന്ന് പറഞ്ഞ ഇവൻ കൊതുകിനെയൊക്കെ അടിച്ച. അതെ, ആ നന്ദിനിക്കുണ്ടല്ലോ ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ അവക്ക് എന്താ വീട്ടിൽ ഇത്ര അഹങ്കാരം എന്നറിയോ? അവളുടെ കെട്ടിയവൻ 4 ചക്രം ഉണ്ടാക്കുന്നതിന്റെ അഹങ്കാരമാ. പക്ഷെ എന്തെങ്കിലും ഒരു വഴി വിശ്വേട്ടനായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കിങ്ങനെ തലപൊക്കി നടക്കാമായിരുന്നു. നീ വിഷമിക്കാതെ വഴിയുണ്ടാക്കാം. ഞാൻ ചില ആലോചനകളൊക്കെ നടത്തുന്നുണ്ട്. ആണോ? എന്താ വിശ്വേട്ടൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം, എന്താണേലും വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിൽ ചെല്ലുമ്പോ നീ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കിത്താ. എന്താണെന്നറിയില്ല, എന്തോ ഒരു നെഞ്ചരിച്ചില്ല. വേറെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മാഷ് ഇതേ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. അപ്പം നമ്മുടെ കമല കൊണ്ടുപോയി ചായ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ വേഗം ഇവർ രണ്ടുപേരോട് എത്തി കേട്ടോ, വിഷുവും ശ്രീജയും കൂടെ. എന്താടാ എല്ലാം കിളച്ചു മറിച്ചോ എന്ന് ചോദിച്ചു.
ശരിയാക്കി അച്ഛാ. ആരാ, നീയാണോ ഇവളാണോ? അല്ലച്ചാ ഞാനാ എന്നൊക്കെ വേഗം പറഞ്ഞു കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ വിനായകൻ ഇറങ്ങി വരുന്നത്. വിനായകൻ ഓരോ ഫോൺ വിളിച്ച് 10 ലക്ഷത്തിന്റെ കഥയൊക്കെയാ പറയണത്. അപ്പൊ അച്ഛൻ ഇത് കേട്ടോണ്ട് നിൽക്കാണ്. ഇരുന്നുണ്ണാൻ മറ്റൊരാൾ, നടന്നുണ്ണാൻ മറ്റൊരാൾ, നയിക്കാൻ മാത്രം ഞാൻ, കഷ്ടം തന്നെ എന്ന് അച്ഛന്റെ വക. അപ്പോഴാണ് നമ്മുടെ ജില്ലാ ജഡ്ജിന്റെ വരവ്, നമ്മുടെ വേദയുടെ അച്ഛന്റെ വരവ്. ആൾ അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പൊ വേഗം തന്നെ നമസ്കാരം സർ എന്നൊക്കെ പറഞ്ഞ സുധാകരൻ മാഷ. ഇത് ഞാൻ വേദയുടെ ചേട്ടൻ, ഇത് ജസ്റ്റിസ് ശങ്കരനാരായണൻ. നമസ്കാരം, ഞാൻ എന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അകത്തേക്ക് ഇരിക്കാം സർ എന്ന് പറഞ്ഞു. അപ്പം ഒന്നും വേണ്ടിയില്ല, അവനിങ്ങനെ നോക്കിയിട്ടോ അത്ര പിടിച്ചൊന്നുമില്ല ജഡ്ജിന്. നീ ചെന്ന് ചായയോ ജ്യൂസോ എടുക്ക എന്ന് പറഞ്ഞു. വന്ന കാര്യം തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം ഒന്നും സ്വീകരിക്കാൻ വന്നതല്ല, ഞാൻ മകളെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം, നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലെ എന്ന് ചോദിച്ചു. പിന്നെ എന്ത് ഉദ്ദേശത്തിലാ എന്റെ മകളെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്തുദ്ദേശം വെച്ചാ കാശ് തന്നെ. അവളെ പിടിച്ചു വെച്ച് പരമാവധി ഊറ്റാന്നായിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് മാഷിന് ദേഷ്യം വന്നു കേട്ടോ. പെട്ടെന്ന് പണത്തിനെ കുറവുള്ളോ, മര്യാദയ്ക്കും അഭിമാനത്തിനും ഒന്നും ഒട്ടും കുറവില്ല കേട്ടോ. അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അഭിമാനമോ നിങ്ങൾക്കോ? മൈ ഫുഡ് എന്ന് പറഞ്ഞു കേട്ടോ ഇവൻ. എന്നിട്ട് തെമ്മാടിയും ഗുണ്ടയുമായ ഒരുത്തിന്റെ അച്ഛനാണെന്ന് എന്നുള്ളതിന് അഭിമാനമായിരിക്കും. ആളുകൾ ശപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു നാണം കെട്ട കുടുംബത്തിന്റെ മര്യാദയെ പറ്റി എന്നോട് സംസാരിക്കാൻ വരരുത്. അങ്ങനെയുള്ള വീട്ടിലേക്ക് നിങ്ങൾ എന്തിനു കടന്നു വന്നു എന്ന് ചോദിച്ചു. ഉടനെ അതെ, പഠിപ്പുര തുറന്നു തന്നെ കിടപ്പുണ്ടല്ലോ, ഇറങ്ങി പോയിക്കൂടെ എന്നായിരുന്നു അടുത്തത് വേലിയന്റെ വാക്ക്. അപ്പൊ വേഗം തന്നെ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്റെ മകൻ ക്രിമിനലാണ്. പക്ഷെ മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കരുതെന്ന് ആദ്യത്തെ ന്യായാധിപൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ ആരായാലും എനിക്കെന്താ? നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് ഉയർന്ന പദവിയിലിരിക്കുന്ന പലരും ഇപ്പോഴും എനിക്ക് ആ ബഹുമാനം തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അഭിമാനത്തെ പറ്റി അന്വേഷിക്കാതെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല, എന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നതാ എന്ന് പറഞ്ഞു. അവളെ ആദ്യം ഇറക്കിവിടാൻ. ശ്രീജെ, കമല എന്ന് വിളിച്ചു. അപ്പൊ വേഗം തന്നെ വേദനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ വേദ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നിട്ട് അച്ഛ എന്ന് വിളിച്ചു. അച്ഛൻ വേഗം തന്നെ തലോടി ഇങ്ങനെ നോക്കിയിട്ട്, മോളെ, അതെ ഞാൻ കുളിക്കായിരുന്നു അച്ഛാ. അച്ഛൻ കയറി ഇരിക്കാൻ. നിനക്ക് എന്ത് പറ്റി വേദ? വന്ന് നീ ഇവിടുത്തെ വീട്ടുകാരികളെ പോയോ? ഇനി ഞാൻ അങ്ങനെയല്ലേ ശ്രീയേട്ട ആകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് 2-3 ദിവസം കൊണ്ട് നീ കോലം കെട്ട പോലെ ആയി പോയല്ലോ മോളെ. എന്ത് പറ്റി നിനക്ക്? ഇങ്ങനൊരു അന്തരീക്ഷത്തിലും കുടുംബത്തിലും ജീവിക്കാനാണോ അച്ഛൻ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്? മതി, ബാ പോവാ എന്ന് പറഞ്ഞു കേട്ടോ. ഈ കുപ്പിയിൽ കിടന്ന് നാറേണ്ടവളല്ല നീ. അച്ഛ, ഇതൊരു അധ്യാപകന്റെ വീടാ, ആ സ്റ്റാറ്റസ് നമ്മൾ മാനിക്കണം. ഏതാ, നീ അച്ഛനോടാണോ സ്റ്റാറ്റസിനെ പറ്റി പറയുന്നത്? പറയ, നമ്മളെക്കാൾ വലിയ എന്ത് സ്റ്റാറ്റസ് ഇവർക്കുള്ളത്? ഇങ്ങനൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതന്നെ നമ്മുടെ അച്ഛന് നാണക്കേടാ, അത് നീ മനസ്സിലാക്ക്. ഞങ്ങൾ പാവപ്പെട്ടവരാ എന്ന് പറഞ്ഞു കമല. ഞങ്ങളുടെ വീടും പരിസരവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കിടക്കുക. നിങ്ങളോട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കേട്ടില്ലേ വേദ? ഇതേ വീട്ടിലേക്ക് വരുമ്പോ ഒരാളോട് സംസ്കാരമുള്ളവർ പെരുമാറുന്ന രീതിയാണോ ഇത് എന്ന് ചോദിച്ചു. അല്ലെങ്കിലും ആ തരം താണെന്ന വാക്കുകളിൽ നിന്ന് അത്തരം വാക്കുകളായിരിക്കുമല്ലോ എന്നിങ്ങനെ ഇവൻ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് ആകെ ഇവരിങ്ങനെ ദേഷ്യപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. മതി, നിർത്തലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രത്തിന്റെ വരവ്. വിക്രം ഇത്രത്തോളം പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ട് കിടക്കുമായിരുന്നു. ആരാടോ തരം താണവര്? അങ്ങനെയുള്ള വീട്ടിലേക്ക് താൻ എന്തിനാ വന്നത്? എന്റെ മകളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവാൻ. എന്നാ പിന്നെ അതും ചെയ്ത് ഇറങ്ങിപ്പോയിക്കോണം. അല്ലാതെ എന്റെ വീട്ടിൽ ചെന്ന് അപമാനിക്കാത്ത രീതിയിൽ സംസാരിച്ച വലിച്ചു കീറി ഒട്ടിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം എന്ന് വിളിച്ചു. അപ്പൊ വേഗം തന്നെ മാഷു പറഞ്ഞു, എന്നെ കാണാനാ ഇവര് വന്നത്, വേറെ ആരും ഇതിനിടയ്ക്ക് കയറണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം, നിങ്ങൾ നിങ്ങളുടെ മകളെയും കൂട്ടി പോണതില്ല ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, ഞങ്ങൾ തടയാനും പോണില്ല എന്ന് മാഷു പറഞ്ഞു. ഈ കുട്ടി വരുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് പറഞ്ഞു. കേട്ടില്ലേ? ഇനിയും നിനക്ക് ഇവിടെ തന്നെ നിൽക്കണോ വേദ എന്ന് ചോദിച്ചു. ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല സർ. പിന്നെ നിങ്ങളുടെ മകൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് ഇറങ്ങി പോവാം. പക്ഷേ ഈ മുറ്റത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ ബലമായി വലിച്ചഴിച്ചുകൊണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം സാറ്, അവളുടെ പൂർണ്ണ സമ്മതത്തോടെ അവളുടെ കണ്ണീരും ശാപവും വീഴാതെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവാൻ കഴിയണം.
അന്ന് മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയ ഒരച്ഛൻ എന്ന നിലയിൽ അത് നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ട് മാഷ് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇനിയും നീ അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കണോ മോളെ എന്ന് ചോദിച്ചു. അച്ഛാ, ഈ പറഞ്ഞു കേട്ടത് അപമാനമല്ല അച്ഛാ, എന്നോടുള്ള കരുതലും സ്നേഹമാണ് അച്ഛാ. അതുകൊണ്ട് ഇവിടുത്തെ എന്റെ ജീവിതത്തെ പറ്റി അച്ഛൻ ഇനി ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് ഒരു കുഴപ്പവും ഒരു കുറവും വരില്ല. അച്ഛൻ വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. വേദ, അച്ഛ, എനിക്കൊരു വയസ്സുണ്ട്. ദൈവത്തെ ഓർത്ത് അച്ഛനെ വേണമെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. വാ ശ്രീ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച ദേഷ്യപ്പെട്ട ജഡ്ജ് അങ്ങ് ഇറങ്ങി പോവാണ്. വിക്രം വന്നിട്ട്, നീ ഒരിക്കലും പോവില്ലല്ലേ? നീ വേദയല്ല, ശരിക്കും നീ വേദാളവാ വിക്രം എന്ന് വിളിച്ചു അമ്മ. ശരിക്കും ഞാൻ പറഞ്ഞത് തന്നെയാ. അപ്പൊ വിക്രത്തിന്റെ ഫോണിലേക്ക് കോള് വരികയാണ്. അപ്പൊ ഹലോ എന്ന് പറഞ്ഞു. വിക്രം എവിടെയുണ്ട്? ഞാൻ വീട്ടില്. ഉടൻ തന്നെ പാർട്ടി ഓഫീസിൽ എത്തണം. ശ്രീനിവാസ സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ശരി എന്ന് പറഞ്ഞ വേഗം തന്നെ ശ്രീനിവാസ സാറിന്റെ അടുത്തേക്ക് പോവാണ് വിക്രം. അപ്പൊ വേദ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.